ഈ ക്ലാസ്സിൻ്റെ അടുത്ത ഘട്ടം എങ്ങനെ ഇംഗ്ലീഷിൽ ഈ 8 ടെൻസുകളിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും എന്നതാണ്. വളരെ ലളിതമാണ്. നമ്മൾ 2 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ. ഉദാഹരണമായിട്ട്, ഡു യുവർ പേരൻസ് ഡ്രിങ്ക് കോഫി എവ്രി മോർണിംഗ്. ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ്, മൈ പേരൻസ് ഡ്രിങ്ക് കോഫി എവ്രി മോർണിംഗ്. നോ, മൈ പേരൻസ് ഡു നോട്ട് ഡ്രിങ്ക് കോഫി എവ്രി മോർണിംഗ്. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട്, വെയർ, വെൻ, ഹൗ, ഹൂ വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങൾ. അതിന് യെസ്സും നോയും ഉത്തരമല്ല, ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരമാണ് കൊടുക്കേണ്ടത്. ഉദാഹരണം, എല്ലാ ദിവസവും രാവിലെ നിൻ്റെ മാതാപിതാക്കൾ എന്താണ് കുടിക്കാറുള്ളത്? വാട്ട് ഡു യുവർ പേരൻസ് ഡ്രിങ്ക് എവ്രി മോർണിംഗ്? മൈ പേരൻസ് ഡ്രിങ്ക് കോഫി എവ്രി മോർണിംഗ്. ഈ 2 ടൈപ്പ് ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? വളരെ ലളിതമാണ്. അതിന് നമ്മൾ സഹായക്രിയകൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ സഹായക്രിയകളെപ്പറ്റി ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. എങ്കിലും അതിൻ്റെ രത്ന ചുരുക്കം ഞാൻ വീണ്ടും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ഡു എപ്പോഴും പ്ലൂരൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ യുവിനോടൊപ്പം പോകുന്നു. ഡസ് എപ്പോഴും സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം പോകുന്നു. ഡസ് യുവർ പേരൻസ് തെറ്റാണ്. ഡു യുവർ പേരൻസ്. ഡസ് യുവർ ഫാദർ. ഡസ് യുവർ മദർ. അപ്പോൾ ഡു യുവർ പേരൻസ് ഡ്രിങ്ക് കോഫി എവ്രി മോർണിംഗ്. ഡസ് യുവർ മദർ ഡ്രിങ്ക് കോഫി എവ്രി മോർണിംഗ്. ഇനിയുള്ളത് ഡിഡാണ്. ഡിഡിനോടൊപ്പം ഏത് സബ്ജക്റ്റും ഉപയോഗിക്കാം, അതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ല. ഡിഡ് യുവർ പേരൻസ് ഡ്രിങ്ക് കോഫി യെസ്റ്റർഡേ? യെസ്, മൈ പേരൻസ് ഡ്രാങ്ക് കോഫി യെസ്റ്റർഡേ. നോ, മൈ പേരൻസ് ഡിഡ് നോട്ട് ഡ്രിങ്ക് കോഫി യെസ്റ്റർഡേ. അപ്പോൾ ഡിഡ് ചോദ്യത്തിലോ ഉത്തരത്തിലോ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ വാചകം മുഴുവനും പാസ്റ്റ് ടെൻസ് ആകുന്നു. അതുകൊണ്ടാണ് നിൻ്റെ മാതാപിതാക്കൾ കാപ്പി കുടിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇന്നലത്തെയാണ്. പക്ഷേ ഡിഡ് യു ഡ്രിങ്ക് കോഫി യെസ്റ്റർഡേ എന്ന് ചോദിച്ചത്. കാരണം ഡിഡ് ആ ചോദ്യത്തിലുണ്ട്. അതുകൊണ്ട് ഡ്രാങ്ക് ആക്കേണ്ട ആവശ്യമില്ല, ഡ്രിങ്ക് മതി. ഇത് ഒരു അടിസ്ഥാന നിയമമാണ് ഇംഗ്ലീഷിൽ. യെസ് ആൻസറിൽ യെസ്, മൈ പേരൻസ് ഡ്രാങ്ക് കോഫി യെസ്റ്റർഡേ. അവിടെ ഡിഡ് ഇല്ലാത്തത് കൊണ്ട്, യെസ്റ്റർഡേ വന്നതുകൊണ്ട് ഡ്രിങ്കിൻ്റെ പാസ്റ്റ് ടെൻസ് ഡ്രാങ്ക് ഉപയോഗിച്ചു. ഡിഡ് നോട്ട്, നോ, മൈ പേരൻസ് ഡിഡ് നോട്ട് ഡ്രിങ്ക് കോഫി യെസ്റ്റർഡേ. അവിടെ യെസ്റ്റർഡേ ഉണ്ടായിട്ടും ഡ്രിങ്കിൻ്റെ പ്രസൻറ്റൻസ് ആണ് ഉപയോഗിച്ചത്. കാരണം ഡിഡ് ആ വാചകത്തിൽ ഉള്ളതുകൊണ്ട് ആ വാചകം മുഴുവനും പാസ്റ്റാണ്. മൈ പേരൻസ് ഡിഡ് നോട്ട് ഡ്രിങ്ക് കോഫി യെസ്റ്റർഡേ. വിൽ, മൂന്നാമത്തേത് വിൽ. വില്ലും വളരെ എളുപ്പമാണ്. ഏതൊരു സബ്ജക്റ്റിനോടൊപ്പം സിംഗുലർ, പ്ലൂരൽ, ഐ, യു ഉപയോഗിക്കാം. വിൽ യുവർ പേരൻസ് ഡ്രിങ്ക് കോഫി ടുമോറോ? യെസ്, മൈ പേരൻസ് വിൽ ഡ്രിങ്ക് കോഫി ടുമോറോ. നോ, മൈ പേരൻസ് വിൽ നോട്ട് ഡ്രിങ്ക് കോഫി ടുമോറോ. അതിനെ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആക്കാനായിട്ട് ആ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ വേർഡ് ഏറ്റവും ആദ്യം ചേർക്കുക. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഡു ഓർ ഡസ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് verb പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ടൈം പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. വളരെ ലളിതമാണ്. അപ്പോൾ നാളെ നിൻ്റെ മാതാപിതാക്കൾ എന്ത് കുടിക്കും? വാട്ട് വിൽ യുവർ പേരൻസ് ഡ്രിങ്ക് ടുമോറോ? ഇന്നലെ എന്താണ് കുടിച്ചത്? വാട്ട് ഡിഡ് യുവർ പേരൻസ് ഡ്രിങ്ക് യെസ്റ്റർഡേ? സാധാരണയായി എന്താണ് കുടിക്കാറുള്ളത്? വാട്ട് ഡു യുവർ പേരൻസ് ഡ്രിങ്ക് നോർമലി? നിൻ്റെ അമ്മ എല്ലാ ദിവസവും രാവിലെ എന്താണ് കുടിക്കാറുള്ളത്? വാട്ട് ഡസ് യുവർ മദർ ഡ്രിങ്ക് എവറി മോർണിംഗ്? മൈ മദർ ഡ്രിങ്ക്സ്. മൈ പേരൻസ് ഡ്രിങ്ക്. വാട്ട് ഡിഡ് യുവർ പേരൻസ് ഡ്രിങ്ക്? മൈ പേരൻസ് ഡ്രാങ്ക്. വാട്ട് വിൽ യുവർ പേരൻസ് ഡ്രിങ്ക്? മൈ പേരൻസ് വിൽ ഡ്രിങ്ക് കോഫി ടുമോറോ. അടുത്ത കണ്ടിന്യൂസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതിനോടൊപ്പം പോകുന്ന ഓക്സിലറീസ് ആം, ഈസ്, ആർ. അത് വെച്ച് തുടങ്ങണം. ഈസ് യുവർ മദർ ഡ്രിങ്കിങ് കോഫി നൗ? അത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഈസ് യുവർ മദർ ഡ്രിങ്കിങ് കോഫി നൗ? യെസ്, മൈ മദർ ഈസ് ഡ്രിങ്കിങ് കോഫി നൗ. മൈ മദർ ഈസ് നോട്ട് ഡ്രിങ്കിങ് കോഫി നൗ. അതിനെ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആക്കാം. നിൻ്റെ അമ്മ ഇപ്പോൾ എന്താണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് യുവർ മദർ ഡ്രിങ്കിങ് നൗ? മൈ മദർ ഈസ് ഡ്രിങ്കിങ് കോഫി നൗ. ഇത് സിംഗുലറാണ്. ആം, ഐ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐ ആം ഡ്രിങ്കിങ് കോഫി നൗ. പ്ലൂറലാണെങ്കിൽ ആർ. വാട്ട് ആർ യു ഡ്രിങ്കിങ് നൗ? നീ എന്താണ് കുടിക്കുന്നത്? അപ്പോൾ അതിന് ഉത്തരം എന്നോട് വ്യക്തിപരമായാണ് ചോദിക്കുന്നതെങ്കിൽ ഞാനാണ് ഉത്തരം പറയേണ്ടത്. ഐ ആം ഡ്രിങ്കിങ് കോഫി നൗ. എല്ലാവരോടുമായിട്ടാണ് വാട്ട് ആർ യു ഡ്രിങ്കിങ് നൗ? അപ്പോൾ ഞങ്ങൾ, വി ആർ ഡ്രിങ്കിങ് കോഫി നൗ. പ്ലൂരൽ, സബ്ജക്റ്റ് പ്ലസ് ആർ, സിംഗുലർ, സബ്ജക്റ്റ് പ്ലസ് ഈസ്. ഇപ്പോൾ ഈസ് യുവർ മദർ ഡ്രിങ്കിങ് കോഫി നൗ? ആർ യുവർ പേരൻസ് ഡ്രിങ്കിങ് കോഫി നൗ? യെസ്, മൈ മദർ ഈസ് ഡ്രിങ്കിങ് കോഫി നൗ. മൈ പേരൻസ് ആർ ഡ്രിങ്കിങ് കോഫി നൗ. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ യുവർ പേരൻസ് ഡ്രിങ്കിങ് നൗ? ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം ചേർക്കുന്നു, അതേ ഉള്ളൂ വ്യത്യാസം. മൈ പേരൻസ് ആർ ഡ്രിങ്കിങ് കോഫി നൗ. വാട്ട് ഈസ് യുവർ മദർ ഡ്രിങ്കിങ് നൗ? മൈ മദർ ഈസ് ഡ്രിങ്കിങ് കോഫി നൗ. അടുത്തത് സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമ്മൾ വാസ് അല്ലെങ്കിൽ വേർ സഹായക്രിയയായിട്ട് ഉപയോഗിക്കുന്നത്. വാസ് എപ്പോഴും സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം, വേർ എപ്പോഴും ഉപയോഗിക്കുന്നത് പ്ലൂരൽ സബ്ജക്റ്റിനോടൊപ്പം. കഴിഞ്ഞ സമയമാണ്, കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്ലൂരൽ സബ്ജക്റ്റ്. വേർ യുവർ പേരൻസ് ഡ്രിങ്കിങ് കോഫി യെസ്റ്റർഡേ? യെസ്, മൈ പേരൻസ് വേർ ഡ്രിങ്കിങ് കോഫി യെസ്റ്റർഡേ ഓർ ടിൽ യെസ്റ്റർഡേ. No, my parents were not drinking coffee yesterday. അതിൻ്റെ സിംഗുലർ ആണെങ്കിൽ വാസ് യുവർ മദർ ഡ്രിങ്കിങ് കോഫി ദിസ് മോർണിംഗ്? ഇന്ന് രാവിലെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? യെസ്, മൈ മദർ വാസ്, കഴിഞ്ഞതാണ്. മൈ മദർ വാസ് ഡ്രിങ്കിങ് കോഫി ദിസ് മോർണിംഗ്. ടുഡേ മോർണിംഗ് തെറ്റാണ് ഇംഗ്ലീഷിൽ. ദിസ് മോർണിംഗ്. ഇന്ന് ഉച്ച കഴിഞ്ഞാണെങ്കിൽ ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് രാത്രിയാണെങ്കിൽ ടുഡേ നൈറ്റ് അല്ല, ടു നൈറ്റ്. മൈ മദർ വാസ് ഡ്രിങ്കിങ് കോഫി ദിസ് മോർണിംഗ്.
നീ അതിനെ ക്വസ്റ്റ്യൻ ആക്കുക. ഇന്ന് രാവിലെ നിന്റെ മാതാപിതാക്കൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? മാതാപിതാക്കൾ പ്ലൂരലാണ്. അപ്പോൾ വാട്ട് വേർ യുവർ പേരൻസ് ഡ്രിങ്കിങ് ദിസ് മോർണിംഗ്? മൈ പേരൻസ് വേർ ഡ്രിങ്കിങ് കോഫി ദിസ് മോർണിംഗ്. വാട്ട് വാസ് യുവർ മദർ ഡ്രിങ്കിങ് ദിസ് മോർണിംഗ്? മൈ മദർ വാസ് ഡ്രിങ്കിങ് കോഫി ദിസ് മോർണിംഗ്. അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്, കൊണ്ടിരിക്കുകയായിരിക്കും. വളരെ ലളിതമാണ്. വിൽ ബി. അപ്പോൾ വിൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി. വിൽ യു ബി? വിൽ യുവർ പേരൻസ് ബി? വിൽ യുവർ മദർ ബി? വിൽ യുവർ നെയ്ബേഴ്സ് ബി? പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി. വിൽ യുവർ പേരൻസ് ബി ഡ്രിങ്കിങ് കോഫി ഫ്രം ടുമോറോ? നാളെ മുതൽ നിന്റെ മാതാപിതാക്കൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ? യെസ്, മൈ പേരൻസ് വിൽ ബി ഡ്രിങ്കിങ് കോഫി ഫ്രം ടുമോറോ. നോ, മൈ പേരൻസ് വിൽ നോട്ട് ബി ഡ്രിങ്കിങ് കോഫി ഫ്രം ടുമോറോ. അതിനെ ക്വസ്റ്റ്യൻ ആക്കുക. നാളെ മുതൽ നിന്റെ മാതാപിതാക്കൾ എന്തായിരിക്കും കുടിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് വിൽ യുവർ പേരൻസ് ബി ഡ്രിങ്കിങ് ഫ്രം ടുമോറോ? മൈ പേരൻസ് വിൽ ബി ഡ്രിങ്കിങ് കോഫി ഫ്രം ടുമോറോ. സിംഗുലർ ആണെങ്കിലും വാട്ട് വിൽ യുവർ മദർ ബി ഡ്രിങ്കിങ് ഫ്രം ടുമോറോ? മൈ മദർ വിൽ ബി ഡ്രിങ്കിങ് കോഫി ഫ്രം ടുമോറോ. സിമ്പിൾ. പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഇന്ന് നിന്റെ മാതാപിതാക്കൾ കാപ്പി കുടിച്ചിട്ടുണ്ടോ? യെസ്, നോ. അപ്പോൾ നമ്മൾ എങ്ങനെ തുടങ്ങും? ഒന്നെങ്കിൽ ഹാസ്, അല്ലെങ്കിൽ ഹാവ്, അല്ലെങ്കിൽ ഹാഡ് വെച്ച് തുടങ്ങണം. കഴിഞ്ഞതാണെങ്കിൽ, തൊട്ട് മുമ്പ് നടന്നതാണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഹാസ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഐ ഒഴികെയുള്ള സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം. ഐയും യുവും പ്ലൂരിലുമാണെങ്കിൽ ഹാവ്. ഇപ്പം നീ ഇന്ന് ചായ കുടിച്ചിട്ടുണ്ടോ? ഹാസ് യു പോവില്ല. ഹാവ് യു പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത്. ഹാവ് യു ഡ്രങ്ക്, ഡ്രിങ്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാവ് യു ഡ്രങ്ക് കോഫി ടുഡേ? യെസ്, ഐ ഹാവ് ഡ്രങ്ക് കോഫി ടുഡേ. നോ, ഐ ഹാവ് നോട്ട് ഡ്രങ്ക് കോഫി ടുഡേ. ഹാസ് ഉപയോഗിച്ചത്. നിൻ്റെ അമ്മ ഇന്ന് ചായ കുടിച്ചിട്ടുണ്ടോ? അപ്പോൾ ഉപയോഗിക്കേണ്ടത് ഹാവ് ആണോ ഹാസ് ആണോ? ഹാസ് ആണ്, കാരണം മദർ സിംഗുലർ ആണ്. ഹാസ് യുവർ മദർ ഡ്രങ്ക് കോഫി ടുഡേ? ഇപ്പം ഹാസിനോടൊപ്പം വേർബിൻ്റെ പാസ്റ്റ് പാർട്സ് ഉപയോഗിക്കുമ്പോൾ സമയവാക്കായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ടുഡേ, അല്ലെങ്കിൽ ജസ്റ്റ് നൗ, അതല്ല എങ്കിൽ ബിഫോർ. ഈ 3 സമയവാക്കുകളാണ്. സാധാരണ സമയവാക്കുകൾ പ്രസൻറ്റ് പെർഫെക്റ്റിനോടൊപ്പം ചേർക്കാറില്ല. ഉപയോഗിക്കാറുണ്ടെങ്കിൽ ഈ 3 വാക്കുകൾ മാത്രം. ഇതിനെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യനായിട്ട് എങ്ങനെ ചോദിക്കാൻ പറ്റും? നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക്. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് ഇടുക. വാട്ട് ഹാസ് യുവർ മദർ ഡ്രങ്ക് ടുഡേ? മൈ മദർ ഹാസ് ഡ്രങ്ക് കോഫി ടുഡേ. വാട്ട് ഹാവ് യുവർ പേരൻസ് ഡ്രങ്ക് ടുഡേ? മൈ പേരൻസ് ഹാവ് ഡ്രങ്ക് കോഫി ടുഡേ. വാട്ട് ഹാവ് യു ഡ്രങ്ക് ടുഡേ? ഐ ഹാവ് ഡ്രങ്ക് കോഫി ടുഡേ. ഏറ്റവും ലാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഏറ്റവും സിമ്പിളാണ്, കാരണം ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതൊരു സബ്ജക്റ്റിനോടൊപ്പവും ഉപയോഗിക്കാം. സമയവാക്കുകൾ കഴിഞ്ഞ ഏത് സമയവും ഉപയോഗിക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. പേരൻസ് വെച്ചിട്ട് ഹാഡ് യുവർ പേരൻസ് ഡ്രങ്ക് കോഫി യെസ്റ്റർഡേ? യെസ്, മൈ പേരൻസ് ഹാഡ് ഡ്രങ്ക് കോഫി യെസ്റ്റർഡേ.
No, my parents had not drunk coffee yesterday. അതിന് സിംഗുലർ ആണെങ്കിലും സെയിം. Had your mother drunk coffee yesterday? Yes, my mother had drunk coffee yesterday. No, my mother had not drunk coffee yesterday. ഇതിനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം ഇടുക. ഇന്നലെ നിൻ്റെ മാതാപിതാക്കൾ എന്തായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്? വാട്ട് ഹാഡ് യുവർ പേരൻസ് ഡ്രങ്ക് യെസ്റ്റർഡേ? മൈ പേരൻസ് ഹാഡ് ഡ്രങ്ക് കോഫി യെസ്റ്റർഡേ. വാട്ട് ഹാഡ് യുവർ മദർ ഡ്രങ്ക് യെസ്റ്റർഡേ? മൈ മദർ ഹാഡ് ഡ്രങ്ക് കോഫി യെസ്റ്റർഡേ. വളരെ വളരെ എളുപ്പം. ഞാൻ തുടർച്ചയായിട്ട് പറയാം. 8 ടെൻസ് ചോദ്യങ്ങൾ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. വേറൊരു സബ്ജക്റ്റും വേറൊരു വേർബും എടുക്കാം. വിൽക്കുക, തേങ്ങ. സബ്ജക്റ്റ് അയൽവാസി. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഡു യുവർ നെയ്ബേഴ്സ് sell coconuts every week? Did your neighbors sell coconuts yesterday? Will your neighbors sell coconuts tomorrow? Are your neighbors selling coconuts these days? Were your neighbors selling coconuts last week? Will your neighbors be selling coconuts next week? Have your neighbors sold coconuts today? Had your neighbors sold coconuts yesterday? വളരെ സിമ്പിൾ. ഇനി ഒരു സിംഗിൾ സബ്ജക്റ്റ് എടുത്ത് നോക്കാം. സബ്ജക്റ്റ് നിൻ്റെ സഹോദരൻ. വേർബ് സിനിമ കാണുക. സിംഗുലറാണ്. നേരത്തെ ഉപയോഗിച്ചത് പ്ലൂറലാണ്. ഡസ് യുവർ ബ്രദർ വാച്ച് എ മൂവി എവ്രി വീക്ക്? ഡിഡ് യുവർ ബ്രദർ വാച്ച് എ മൂവി യെസ്റ്റർഡേ? വിൽ യുവർ ബ്രദർ watch a film tomorrow? Is your brother watching a film now? Was your brother watching a film last night? Will your brother be watching a film tomorrow? Has your brother watched a film today? Had your brother watched a film yesterday? ഇനി ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ എടുക്കാം. നിൻ്റെ അച്ഛൻ. വേർബ് വാങ്ങിക്കുക. എന്താണ് വാങ്ങിക്കുക? വാട്ട് ഡസ് യുവർ ഫാദർ ബൈ ഫ്രം ദ ഷോപ്പ് എവ്രി സൺഡേ? വാട്ട് ഡിഡ് യുവർ ഫാദർ buy from the shop this morning? What will your father buy from the shop tomorrow? What is your father buying from the shop now? What was your father buying from the shop yesterday? What will your father be buying from the shop tomorrow? What has your father bought from the shop today? What had your father bought from the shop last week? വളരെ സിമ്പിൾ. ഇനി എല്ലാം ഒരുമിച്ച് പറയണോ? ചോദ്യവും ഉത്തരവും. 8 ടെൻസിൽ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. സബ്ജക്റ്റ് നിങ്ങൾ. ഇംഗ്ലീഷ് സംസാരിക്കുക. Do you speak English
normally. Yes, I speak English normally. No, I do not speak English normally. Did you speak English yesterday? Yes, I spoke English yesterday. No, I did not speak English yesterday. Will you speak English from tomorrow? Yes, I will speak English from tomorrow. No, I will not speak English from tomorrow. Are you speaking English these days? Yes, I am speaking English these days. No, I am not speaking English these days. Were you speaking English those days? Yes, I was speaking English those days. No, I was not speaking English those days. Will you be speaking English from next month? Yes, I will be speaking English from next month. No, I will not be speaking English from next month. Have you spoken English today? Yes, I have spoken English today. No, I have not spoken English today. Had you spoken English yesterday? Yes, I had spoken English yesterday. No, I had not spoken English yesterday. ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ്. ഇപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും വരും. എന്തിന്? നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ. കാരണം അതെൻ്റെ ജീവിത ദൗത്യമാണ്. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനിയും കഠിനമെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള, പഠിക്കാൻ പറ്റത്തില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള പലതുമുണ്ട്. അതെല്ലാം ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങളുടെ അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട്, ഞാനും മംഗ്ലീഷ് സംസാരിച്ചവനാണെന്ന തിരിച്ചറിവോട് കൂടിയിട്ട് വിശദീകരിച്ചു തരും. എന്നോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് വീണ്ടും വരിക. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഒരുപക്ഷെ എന്നേക്കാൾ മികച്ച രീതിയിൽ ഇംഗ്ലീഷ് സ്വായത്തമാക്കും. വീണ്ടും കാണാം.